അങ്ങ് എങ്ങനെ നേരെ കഥകളി വിദ്യാർത്ഥിയായി എത്തുകയായിരുന്നോ അതോ മറ്റ് ഇതര കലകളോട് ആദ്യം കലകളിലൂടെ കഥകളിയിലേക്ക് എത്തുകയായിരുന്നു? അതെ അതെ, ആദ്യം ഞാൻ തുള്ളക്കാരനായിരുന്നു, ഓട്ടംതുള്ളൽ. ഈ ഓട്ടംതുള്ളൽ എൻ്റെ 8ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2 വർഷം ഓട്ടംതുള്ളലും പഠിക്കലും ഓട്ടംതുള്ളക്കാരനായിട്ട് ഉത്സവ ക്ഷേത്രങ്ങളിൽ തുള്ളൽ അവതരിപ്പിക്കലുമായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കഥകളിയിലേക്ക് കടന്നത്. അതാദ്യം കൂടല്ലൂർ മന എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പട്ടാമ്പി അടുത്ത് നാഗലശ്ശേരി പഞ്ചായത്തിൽ ഒരു കൂടല്ലൂർ മനയുണ്ട്. ആ കൂടല്ലൂർ മനയ്ക്കിലാണ് ആദ്യം കഥകളി പഠിക്കാൻ പോയത്. അവിടെ തേക്കുംകാട്ടിൽ രാവണ്ണി നായരാശാൻ ആയിരുന്നു ഗുരുനാഥൻ. അദ്ദേഹം രാവണ്ണി മേനോൻ ആശാൻ്റെ ആദ്യത്തെ ശിഷ്യനുമാണ്, പ്രധാന ശിഷ്യനായിട്ട്. അദ്ദേഹം ഇവിടെ 2 കൊല്ലം, ഞാൻ ചെന്ന് ചേരുന്നതിന് 2 കൊല്ലം മുമ്പ് തുടങ്ങിയിരിക്കുന്നു കഥകളി പഠിപ്പിക്കാൻ. ഞാനവിടെ അവസാനത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കഥകളി അഭ്യാസം നിർത്തി. അപ്പോൾ ആദ്യം തുടങ്ങി വെച്ചത് കൂടല്ലൂർ മനയ്ക്കിലാണ്. അത് കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിലേക്ക് വരുന്നത്. അതായത് ഈ കൂടല്ലൂർ മനയ്ക്കിലത്തെ, അതായത് നാറേരി മന എന്നും പറയും അവിടെ. അപ്പോൾ കൂടല്ലൂർ മനയ്ക്കിലത്തെ ഈ അഭ്യാസം കഴിഞ്ഞതിന് ശേഷം 1 വർഷം, ഏകദേശം 1 വർഷത്തോളം വെറുതെ ഇരുന്നു. അപ്പോഴാണ് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ഒരാളെ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് വന്നു. 51-ലാണ് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് വന്നത്.